പ്രിയമുള്ളവരെ, 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇന്ന് മാക്ബത്ത് പ്രസിദ്ധീകരിക്കുന്ന പ്രശസ്തയായ ഡോക്ടർ ഹസീന ബീഗത്തിന്റെ നാസിഹീൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ മാക്ബത്തിനെ പറ്റി 2 വാക്ക് പറയാതെ വയ്യ. കഴിഞ്ഞ 5 വർഷമായി സമ്പൂർണ്ണ സ്ത്രീ സംരംഭകത്വമായി ആരംഭിച്ച MA ഷഹനാസ് ആരംഭിച്ച ഈ പ്രസ്ഥാനം തുടർച്ചയായി 5ാമത്തെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 200ഓളം ടൈറ്റിലുകളും ഈ തവണ 18ഓളം പുസ്തകങ്ങളുടെ പ്രകാശനവുമായി ചൈത്രയാത്ര തുടരുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇതിന്റെ സ്വാഗത ഭാഷണത്തിനായി ഡോക്ടറുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖിനെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഹസീന ബീഗത്തിന്റെ 9ാമത്തെ ബുക്കായിട്ടുള്ള നാസിഹീൻ എന്ന കവിതാ സമാഹാരത്തിൽ സാക്ഷ്യം വഹിക്കാനെത്തിയിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് നമുക്കറിയാം, ഇവിടുത്തെ ഒരേ ഒരു സ്ത്രീ പക്ഷ സംരക്ഷണ പ്രസാധകയായിട്ടുള്ള MA ഷഹനാസ് ആണ്. അവരാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അവർ നല്ലൊരു കയ്യടിയോടുകൂടി അവരെ സ്വീകരിക്കുക. അതേപോലെ തന്നെ ഈ ബുക്ക് ഇവിടെ റിലീസ് ചെയ്യുന്നത് മീഡിയ വണ്ണിന്റെ മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടറായിട്ടുള്ള MC നാസറാണ്. അദ്ദേഹമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് സ്വീകരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള അവർ TV 24/7 ചാനലിന്റെ ചെയർമാനുമായിട്ടുള്ള ഷാജി പുഷ്പാങ്കനാണ് സ്വീകരിക്കുന്നത്. നല്ല കയ്യടിയോടുകൂടി അവരെ സ്വീകരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ബുക്ക് ഇത്ര ഭംഗിയായിട്ട് അവതാരം ചെയ്തിട്ടുള്ളത് ജലീൽ ഇസ്മായിൽ മെലഡിയാണ്. നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം, അത്രയ്ക്കും മനോഹരമായിട്ട് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെയും എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ചേച്ചി എത്തിയിട്ടുണ്ട്. ഉഷ ചേച്ചി എന്നും വൈഫായിട്ട് എന്നും വളരെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഉഷ ചന്ദനെയും ഈ വേദിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ എനിക്ക് ഇവിടെ എത്തിയിട്ടുള്ള അസഫ് കൊടുങ്ങല്ലൂര്, നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് നാട്ടിൽ നിന്ന് സഞ്ചാരം സാധിക്കാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകിച്ച് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ താരം നിങ്ങൾക്കറിയാം, പ്രിയതമ ഹസീന ബീഗമാണ്. ഹസീന ബീഗത്തിന്റെ പുസ്തകമാണ് പ്രകാശിക്കുന്നത്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സമയം അധികമില്ല. അടുത്ത് നമ്മൾ മൈക്ക് കൈമാറുകയാണ്. ഇതിന്റെ ഒരു ആമുഖ ഭാഷണത്തിനായി MA ഷഹനാസ് പ്ലീസ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഭാര്യയുടെ പുസ്തകത്തിന് ഞാൻ സ്വാഗതം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു ഭർത്താവ് അഭിമാനം തന്നെയാണ്. അതുകൊണ്ട് ഹസീന ബീഗം എന്ന് പറയുന്ന അധ്യാപികയും എഴുത്തുകാരിക്കും അവരുടെ മുന്നിലേക്ക് ഉള്ള വഴി വളരെ വലിയ പ്രചോദനം ആ ഭർത്താവ് നൽകുന്നു എന്ന് വിശ്വസിക്കുന്നു. മാക്ബത്ത് പബ്ലിക്കേഷൻ ഈ വർഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഹസീന ബീഗം എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ പുസ്തകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. അവരിവിടെ സജീവമായി എഴുതുന്ന ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് മാക്ബത്ത് പബ്ലിക്കേഷൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു രചന ഉണ്ടാവണം എന്നുള്ളത്. ഏറ്റവും വൈകിയ വേളയിലാണ് ഈ പുസ്തകം ഞങ്ങളുടെ കയ്യിലെത്തുന്നത്. അത് മനോഹരമായി എഡിറ്റ് ചെയ്ത് ഇവിടെ ഇല്ലാത്ത ശ്രീ അനൂപ് തിരുവണ്ണാമൊഴിയെ ഞാൻ വളരെ സ്നേഹത്തോടെ മാക്ബത്തിന്റെ എഡിറ്ററായിട്ടുള്ള അനൂപിനെ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് കുറഞ്ഞ സമയം കൊണ്ട് അത് ഒന്ന് മിനുക്കിയെടുത്ത് ഭംഗിയാക്കാൻ വളരെയധികം പരിശ്രമിച്ചിരുന്നു. മാത്രമല്ല, ഒരു പുസ്തകമാകുമ്പോൾ, ഒരു കവിതയാകുമ്പോൾ പ്രത്യേകിച്ച് അത് വായിക്കണമെങ്കിൽ അതിനൊരു മനോഹരമായ അവതാരിക ഉണ്ടാവേണ്ടതുണ്ട്. അതും കുറഞ്ഞ സമയം കൊണ്ട് ഇസ്മായിൽ മെലഡി എന്ന് പറയുന്ന എഴുത്തുകാരൻ ബാക്കിയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് മാറ്റിവെച്ച് നമുക്ക് അവതാരിക എഴുതി തന്നതിനെ നന്ദിയോടെ സ്മരിക്കുകയാണ്. എല്ലാ തിരക്കിൽ നിന്ന് നാട്ടിൽ പോകുന്ന നാസർക്ക് ഇവിടെ പുസ്തക പ്രകാശനത്തിന് നമ്മളോടൊപ്പം എത്തിയത് പുഷ്പാങ്കരൻ സാറ് തിരക്കേറിയ സമയത്ത് ഇവിടെ എത്തിയതിലൊക്കെ നന്ദി പറയുന്നു. നമുക്ക് ആദ്യം പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം പുസ്തക പ്രകാശന ചടങ്ങ് നടത്താം.
മുൾവേലികൾക്കപ്പുറം മണലാരണ്യത്തിലെ മഞ്ഞുപാളികൾ, ഇരിഞ്ഞുണങ്ങും പുഷ്പതളങ്ങൾ, അക്ഷര നക്ഷത്രങ്ങൾ, വിജയത്തിന്റെ കാൽപ്പാടുകൾ, ഇംഗ്ലീഷ് പരിഭാഷ, അതിന്റെ അറബിക് പരിഭാഷ, മഴനൂൽ കനവ് എന്നിങ്ങനെ 9ഓളം പുസ്തകങ്ങളുടെ രചയിതാവാണ് നമ്മുടെ ഇന്നത്തെ താരം ഡോക്ടർ ഹസീന ബീഗം. ധന്യവും പവിത്രവുമായ ആ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. പുസ്തക പ്രകാശനം MCA നാസർ ഷാജി പുഷ്പാങ്കതൻ ഏറ്റുവാങ്ങുന്നു. MCA നാസർ സർ, പ്ലീസ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച പോലെ വാക്തത്വത്തിൻ്റെ ഫലമായിട്ടുള്ള പ്രിയ സുഹൃത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് നിരവധി വനിതകൾക്ക് അവരുടെ സാധാരണയിലൂടെ അവസരം കൊടുക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ അധ്യാപന മേഖലയിലെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ തന്നെ നിരവധി രചനകൾ രൂപപ്പെടുത്താൻ അവർ കാണിക്കുന്ന താല്പര്യം, ഏറ്റവും പ്രധാനപ്പെട്ട രചനയുടെ നേരത്തെ തന്നെ സ്മേമരടി എന്നോട് പറഞ്ഞിരുന്നു. വളരെ ശക്തമായിട്ടുള്ള ഒരു രചനയാണിത്. ഇത് ഞാനാണ് അവതാരിക എഴുതിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള പ്രതീക്ഷയുള്ള ഒരു എഴുത്തുകാരിയാണ് എന്നതിലൊക്കെ നേരത്തെയും നിരവധി പുസ്തകങ്ങളിലൂടെ നമ്മളുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഡോക്ടർ ഹസീന ഇനിയും കൂടുതൽ ശക്തമായിട്ട് തന്നെ ഈ മേഖലയിൽ മുന്നോട്ട് പോയാൽ, കാരണം പ്രവാസ ലോകത്തെ നേരത്തെയൊക്കെയും പിന്നെ നമ്മുടേതായിട്ടുള്ള പുസ്തകങ്ങൾ രചനാരംഗത്തൊക്കെ വല്ലാതെ തമസ്കരിക്കപ്പെട്ട ഒരു വിഭാഗം കൂടിയായിരുന്നു. വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതെങ്കിലും പത്രങ്ങളുടെ വാരാന്ത്യ ഫീച്ചറുകൾ മാത്രമായിട്ട് അതെപ്പോഴെങ്കിലും ഒരു രചന പ്രസിദ്ധീകരിച്ചാൽ ഭാഗ്യം എന്ന് പോലും പറയാവുന്ന അത്തരത്തിലും വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യം എനിക്ക് അറിയാൻ സാധിക്കാതില്ല. കാരണം നേരത്തെയൊക്കെയും ഗൾഫ് മാധ്യമത്തിൻ്റെ ഗൾഫ് ഫീച്ചറിൻ്റെ ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് വരുന്ന 800ഓളം കവറുകൾ നിത്യവും വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അതിൽ 4 or 5 പിന്നെ രചനകൾ മാത്രമാണ് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിരുന്നത്. ആ അവസ്ഥക്ക് മാറി ഇതിപ്പം പിന്നെ നിരവധി പ്രസാധനാലയങ്ങൾ, നേരത്തെയൊക്കെ ചെറുകിട പിന്നെ ഇത്തരം പബ്ലിക്കേഷൻസ് മാത്രമായിരുന്നു പ്രവാസ ലോകത്തിൻ്റെ രചനകൾ പ്രകാശിപ്പിച്ചത്. ഇപ്പം വൻകിടക്കാർ പോലും അതിന് കാത്തു നിൽക്കുന്നൊരവസ്ഥ വന്നുവെങ്കിൽ ആ മാറ്റിമറിച്ച ഒരു സാഹചര്യം രൂപപ്പെടുത്തിയത് ഇത്തരം ശക്തമായിട്ടുള്ള രചനകൾ ഉള്ളടക്കം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും ശക്തമായി തന്നെ ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ശരിക്കും നല്ലൊരു മുഹൂർത്തമാണ് ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നടത്തിയത്. എഴുത്തുകാരി നമ്മുടെ ഡോക്ടർ ഹസീന ബീഗത്തിനും അതുപോലെ തന്നെ കൂടെ എന്തിനും ഏതിനും എപ്പോഴുമുള്ള ഈ ഒരു പ്രിയപ്പെട്ടവനും നന്ദി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ഹസീനയുടെ കഴിഞ്ഞ പുസ്തകങ്ങളൊക്കെ പലതിലും പ്രകാശന ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ ഇത് കുറച്ചുകൂടെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു പുസ്തകത്തിന് വേണ്ടി അവതാരിക എഴുതി കൊടുക്കാൻ സാധിച്ചിട്ടുള്ള ചാരിതാർത്ഥ്യം മൂല്യം അറിയിക്കുകയാണ്. ഹസീന ഈ പുസ്തകത്തിൽ ഒരുപാട് കവിതകളുണ്ട്. കവിതകളുടെ എണ്ണം വളരെ കൂടുതൽ. ഇത്രയധികം കവിതകൾ സാധാരണ പുസ്തകങ്ങളായിട്ട് വരാറുണ്ട്. ഇതിൻ്റെ പകുതി ചിലപ്പോൾ ഇത്രയും കവിതകളിൽ 3 പുസ്തകമാക്കാൻ മാത്രമുള്ള കവിതകളുണ്ട്. അത്രയും. പക്ഷെ അത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ വലിയ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഒരുപാട് വിഷയങ്ങൾ കാണും. യുദ്ധമുണ്ട്, സമൂഹത്തിലെ സംഘർഷങ്ങളുണ്ട്, സ്ത്രീ ശാക്തീകരണമുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയൊരു വനിതാ സംരംഭക നടത്തുന്ന ഈ ഒരു പ്രസാധനാലയം തന്നെ ഇങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണത്തെ പറ്റി വളരെ വിശദമായിട്ട് കവിതകൾ അവതരിപ്പിച്ചൊരു ഇറക്കിയെന്നുള്ളതിൽ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കവിതകളാണ്. ഇതിൽ ഇപ്പോൾ യുദ്ധത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തതായിട്ട് നമ്മളെ സമീപ പ്രദേശത്ത് പാലസ്തീനിലൊക്കെ യുദ്ധമൊക്കെ ഇപ്പോഴും മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് പ്രസക്തമാണെന്നുള്ളത് ഈ 2 വരി കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ആകാശത്തിന് തീപിടിക്കുമ്പോൾ മനുഷ്യരോധനങ്ങൾ ആര് കേൾക്കാൻ? താക്കോൽ നഷ്ടപ്പെട്ട ആയിരങ്ങൾ വാതിലിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. ഒരു രാജ്യം നഷ്ടപ്പെട്ടവർ നിരവധി രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നു. കാലം തെറ്റി പെയ്യുന്ന മഴ പോൽ രാജ്യം തെറ്റിപ്പിറക്കുന്ന മനുഷ്യരും. വളരെ ശക്തമായ വരികളാണ്.
ഇത് പിന്നെ നിരന്തരം നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ കാണുന്ന ഒരു കവിക്ക് മാത്രം എഴുതാൻ കഴിയുന്ന വാക്കുകളാണ്. മാത്രമല്ല, ഈ യുദ്ധം ഉണ്ടാക്കുന്ന അനന്തരഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതും ഇതിന് വിഷയമായിട്ടുണ്ട്. ഒരുപാട് കവിതകളുണ്ട് അത്തരം. ചിതറിത്തെറിച്ച വീടുകളുടെ ഇടവഴികളിൽ കൂമ്പാരമായി കിടക്കുന്ന ഓരോ ഓർമ്മകൾ, നിഴലുകളെപ്പോലും പരിക്കേൽപ്പിക്കുന്ന കാലവും, കാറ്റിന്റെ ചിരിയോടൊപ്പം കത്തിയമരുന്ന ജന്മഭൂമിയും, ആകാശം നെഞ്ചുരുകി കേഴുമ്പോൾ മഴ പോലും രക്തനിറത്താൽ ഭൂമിയിൽ പെയ്തിറങ്ങും. ഇത്രയും ചെറിയ വരികളിലൂടെ തന്നെ വലിയ വലിയ ആശയങ്ങൾ യുദ്ധത്തെ പറ്റിയിട്ടുള്ള നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ പലസ്തീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നേരിട്ട് നേർക്ക് നേരെ ഈ ആർമിയല്ല യുദ്ധം ഉണ്ടായിട്ടുള്ളത്. കുട്ടികളെ പോലും, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും, ഈവൺ ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുന്ന ആൾക്കാരുള്ള ആശുപത്രിയിൽ പോലും ബോംബിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ബുള്ളറ്റ് മാലകൾ ഹൃദയങ്ങൾ ഓരോന്നായി കൊത്തിവലിക്കുന്നു, രക്തചാനലുകൾ തടമെടുക്കുന്നു, ശീതക്കാറ്റിൻ രക്തഗന്ധം പൂക്കളെ കരിക്കുന്നു, നാളെ ജ്വലിക്കേണ്ട നക്ഷത്രങ്ങൾ വഴിയിൽ ദുർഗന്ധമായി മാറിടുന്നു, വിത്തില്ലാതെ മുളച്ചിടുന്നു മീസാഞ്ചെടികൾ ഓരോന്നായി. ഇത് വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. കാരണം നമ്മൾ കണ്ടതാണ്, ഈ യുദ്ധത്തിൽ 64,000-ത്തിലധികം ആൾക്കാർ മരിച്ചു. അതിൽ തന്നെ 18,000 കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദൈന്യത എത്രമാത്രം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒത്തിരി കവിതകൾ യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ യുദ്ധം മാത്രമല്ല, ഇതിലെ വലിയൊരു വിഷയം സ്ത്രീ ശാക്തീകരണം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് സ്ത്രീകൾ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അല്ല, അടുക്കളയിൽ തടസ്സപ്പെട്ടവരല്ല. അതല്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരാളാണ് ഹസീന. ഇവിടെ ഒരു പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്യുന്നു. കൂടാതെ ഇത്തരം മനോഹരമായ കവിതകളും ഇറക്കുന്നു എന്നുള്ളതാണ്. അടുക്കളയിൽ വേവാതെ പോകുന്നു കൂലിയില്ലാ വേലയുടെ രാഷ്ട്രീയം, സമയത്തെ ആർത്തിയാൽ വിഴുങ്ങും കടുകങ്ങനെ പൊട്ടിത്തൂവിയിടുമ്പോൾ. ഇങ്ങനെ കുറെ കവിതകളുണ്ട്. അടുക്കളപാത്രങ്ങൾ കൂട്ടിയിരുസും താളത്തിനൊപ്പം ചുവട് പിഴക്കാത്ത ആടുന്ന ചിലങ്കയില്ലാത്ത നർത്തകിയാണല്ലോ അവൾ. സ്ത്രീ ജീവിതം എത്ര ഒരു 4 വരിയിൽ പറഞ്ഞു നോക്കുക അല്ലേ? ആടുന്ന ചിലങ്കയില്ലാത്ത, അതായത് ചുവട് പിഴക്കാത്ത ആടുന്ന ചിലങ്കയില്ലാത്ത നർത്തകിയാണല്ലോ അവൾ. ശരിക്കും ഒരു നർത്തകിയുടെ ചുവടും ഇതായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്ന ഒരൊറ്റൊരു വ്യക്തി തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന. അതിപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും വീട്ടിൽ വന്ന് വീട്ടിലെ പണിയും കൂടെ സ്ത്രീ തന്നെ എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇപ്പം ഇത് കൂടാതെ ഇതിലിപ്പം സ്ത്രീ ശാക്തീകരണം മാത്രമല്ല, പ്രണയത്തെ പറ്റി പറയുന്നുണ്ട്, പ്രകൃതിയെ പറ്റി പറയുന്നുണ്ട്. ഞാനിതിൽ കൂടുതൽ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. മൊത്തത്തിൽ പറയാം, ഹസീന ബീഗത്തിന്റെ ഈ കവിതാ സമാഹാരത്തിലെ കവിതകൾ ആത്യന്തികമായി മനുഷ്യന്റെ അസ്തിത്വത്തെ മഹത്വവൽക്കരിക്കുന്നതോടൊപ്പം അടിസ്ഥാനപരമായി അതിജീവനത്തിന്റെ കാതലിനെ തൊടുന്നു. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നുണ്ട്. അത് എല്ലാവിധ കടന്നുകയറ്റങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. എല്ലാ ആസ്വാതന്ത്ര്യത്തെയും എതിർക്കുന്നുമുണ്ട്. ഞാൻ എഴുതിയ വരിയുടെ അടുത്തൊന്നുകൂടെ പറഞ്ഞത് കിട്ടും. എന്തായാലും സന്തോഷം. ഇനിയും ഒരുപാട് ശക്തമായ കവിതകളുമായി ഹസീന മുന്നോട്ട് വരട്ടെ. ഇതുപോലെ എൻ്റെ ഒരു ഉപദേശമുള്ളത്, ഇത്രയും കൂടുതൽ കവിത ഒരു പുസ്തകത്തിൽ വെക്കരുത്. ഇതൊരു 3 പുസ്തകമാക്കി മാറ്റണം. കാരണം കണ്ടില്ലേ, ഇത്രയും കട്ടിയുള്ള പുസ്തകമാണ്. കാരണം കവിതയാകുമ്പോൾ ഒരു 30-33 കവിതയൊക്കെയാണ് നമ്മൾ ഒരു പുസ്തകത്തിൽ. ഇത് 70 കവിതയുണ്ട്. 80 കവിതയാണിത്. 80 കവിതകൾ. അപ്പോൾ 80 കവിത ശരിക്കും പറയുകയാണെങ്കിൽ മിനിമം 3 ബുക്കാണ്. പിന്നെ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും കൂടുതൽ പുസ്തകങ്ങളുമായി രംഗത്ത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ആഴത്തിലും ഗൗരവത്തിലും പുസ്തകം പരിചയപ്പെടുത്തിയ സ്മൈൽ മേലഡിയോട് ഏറെ സ്നേഹം. അടുത്തതായി പോരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഉഷാ ചന്ദ്രൻ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആശംസ പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ പിന്നെ അധിക പ്രസംഗം പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ്. എന്നാലും എനിക്ക് ആദ്യം പറയാനുള്ളത് ഹസീന ബീഗം എന്ന വ്യക്തിയെക്കുറിച്ചാണ്. 2 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളൊരു ഡൗൺ ടു എർത്ത്, വളരെ വിനയവും ശാന്തതയും ശാലീനതയും പുഞ്ചിരിയും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിൽ ഞാൻ ആദ്യം നന്ദി പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട
ടീച്ചർ ഡോക്ടർ ഹസീന ബീഗത്തോടാണ്. ഞാൻ ഈ കവിതകൾ 80 കവിതകളുണ്ട് എങ്കിലും ഞാൻ കരുതി ഇത് എങ്ങനെ വായിച്ചു തീർക്കും, ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടി നടക്കുന്നതിനിടെ ഞാൻ എപ്പോഴാണ് വായിച്ചു തീർക്കുക. പക്ഷെ വളരെ യത്നലളിതമായ ഭാഷയിൽ കുട്ടികളോട് സംവദിക്കുന്ന രീതിയിൽ കുറേ കവിതകൾ, ഹൈക്കുവിനോട് ഉപമിക്കാവുന്ന കുറച്ച് ചെറിയ കവിതകൾ ഇതിനകത്തുണ്ട്. അവകളെ ഞാൻ വായിച്ചു. പിന്നെ ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ വിശേഷണങ്ങൾക്കൊക്കെ എത്രയോ അതീതയാണ്. അത് ഒരു സാഹസമാണ്. ടീച്ചറിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കാണിക്കുന്ന ഒരു സാഹസം തന്നെയാണ്. കാര്യം വിശേഷണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഒരുപാട് വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തിത്വമാണ്. ഇപ്പോഴും കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചറാണ്. അങ്ങനെ ഹസീന ബീഗത്തെ വിവരിക്കുക ഒരു പ്രൈസ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ടീച്ചർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ജീവിതഗന്ധിയായ കുറേ കവിതകളാണ്. ജീവിതഗന്ധിയായ കവിതകൾ എന്ന് പറയാൻ ഗൗരവമേറിയ വിഷയങ്ങളെ വളരെ ലളിതമായി ഉപദേശ രൂപേണ വായനക്കാരിലേക്ക് പകരുന്ന തരത്തിലുള്ള ഒരെഴുത്താണ്. വിമർശിക്കേണ്ടിടത്ത് പോലും ടീച്ചർ വിമർശനാത്മകമായിട്ടല്ല എഴുതിയിരിക്കുന്നത്, ഉപദേശ രൂപേണയാണ്. കുട്ടികൾക്ക് മുൻകൂടെ മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ എല്ലാ പ്രതലങ്ങളെയും, സമൂഹത്തിൻ്റെ എല്ലാ പ്രതലങ്ങളെയും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പ്രകൃതിയിലുള്ള പുഴകൾ, പൂക്കൾ, അതുപോലെ മലകൾ, മഴ, എല്ലാം, കിളികൾ, ശലഭങ്ങൾ, ഇതെല്ലാം ടീച്ചറിൻ്റെ കവിതയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത ഞാനിവിടെ പറയാം. ആഴമനസ്സിൻ ചുഴികളിൽ മറവികൊണ്ടുണക്കാനാവാത്ത ചില മുറിപ്പാടുകൾ മൗനത്തിൻ കരിമ്പടവും പേറി നിശബ്ദമായി തേങ്ങുകയാണ്. മനസ്സിലാക്കാൻ എളുപ്പമാണ്, ആർക്കും കവിത ഇഷ്ടമല്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലാണ് ടീച്ചറിൻ്റെ കവിതകൾ. ഞാൻ പറയുന്നത് എണ്ണത്തിൽ ഇത്രയും എണ്ണം ഉണ്ടെങ്കിലും ഇതിൽ ഗുണം കൂടെ ഉള്ളത് കൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാം. മറവിയാൽ മറന്നു വെച്ച ഓരോ നൊമ്പരങ്ങളും താഴിട്ട അകത്തളത്തിൽ നീറിപ്പിടയുകയാണ്. ചെറിയ കവിത. മറവിയാൽ മനസ്സിനെ കീഴടക്കി ഒരു കൂട്ടം ഹൃദയം കൊണ്ടെന്നും സ്നേഹപ്പൂക്കൾ വിളർത്തുന്നു. എത്ര നൊമ്പരം ഹൃദയത്തിലുണ്ടെങ്കിലും സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. സ്നേഹം കൊണ്ടാണ് എല്ലാവരെയും, ഏതിനെയും എന്തിനേയും നമുക്ക് കീഴടക്കാൻ കഴിയുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് എൻ്റെ ഹസീന ടീച്ചർ. ടീച്ചറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത തവണ 80 അല്ല 100 കവിതകളുമായി പുസ്തകങ്ങളുമായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ സന്തോഷം, സ്നേഹം. ഇവിടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്ത് അവർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2 വാക്ക് ആശംസകൾ ഇതിനു വേണ്ടി. വളരെ സന്തോഷത്തോടു കൂടി ഹസീന ടീച്ചറുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. അബുദാബിയിലെ സാംസ്കാരിക സദസ്സുകളിൽ ഡോക്ടർ ഹസീന ബീഗം ഒരു നിറ സാന്നിധ്യമാണ് എന്നുള്ളത് നിങ്ങളെ ഒരിക്കൽ കൂടി ഇവിടെ പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ വേദിയെ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ അതിഥികൾക്കും, അതുപോലെ തന്നെ അബുദാബിയിൽ നിന്ന് ഞങ്ങള് പുറപ്പെട്ട് ഇവിടെ എത്താൻ സ്വല്പം വൈകിയെങ്കിലും ഈ ചടങ്ങ് സമാപിക്കുന്നതിന് മുമ്പ് എത്തിച്ചേരാൻ സാധിച്ചതിലും നിങ്ങളോടൊത്ത് ഈ ഒരു സന്തോഷവേള പങ്കിടാൻ സാധിച്ചതിലും ഏറെ അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ചെറിയൊരു അബദ്ധം ഞങ്ങൾക്ക് പറ്റി. 1:25 വരെയുണ്ട് സമയം. ടീച്ചറെ മറുപടി. നമസ്കാരം.
ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 9ാമത്തെ പുസ്തകമാണെങ്കിൽ പോലും ഇത് ഒന്നാമത്തെ പുസ്തകം പോലെ തന്നെ ഉള്ള ആ ഒരു പ്രതീതി തന്നെയുണ്ട്. കാരണം എല്ലാവരും എല്ലാ ഭാഗത്തുനിന്നും ഒരുപാട് ആളുകൾ വരികയും അതോടൊപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മാക്ബത്തിലൂടെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുക. പ്രത്യേകിച്ചും ഷഹനാസ് സ്ത്രീ രത്നം ഇതിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ അവരോടൊപ്പം ഒരു പുസ്തകം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സമയക്കുറവുണ്ട് എങ്കിലും നാട്ടിൽ നിന്നും അബുദാബിയിൽ നിന്ന് തന്നെ എന്നും എൻ്റെ അക്ഷരങ്ങളെ താലോലിക്കുന്ന, എൻ്റെ അക്ഷരങ്ങൾക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ പ്രാവശ്യവും അത് അബുദാബി ഇസ്ലാമിക് സെന്ററും ഫാമിലി മെമ്മറീസും എല്ലാം എന്നോടൊപ്പം ഉണ്ട്. എൻ്റെ കുടുംബമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വക്കീലില്ല എങ്കിൽ ഞാനെന്ന വ്യക്തി ഒരുപക്ഷെ എൻ്റെ അക്ഷരങ്ങള് എൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകേണ്ടതാണ്. ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിലും എന്നെ കൈപിടിച്ചുയർത്താൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയ പാതി, ഒപ്പം നിങ്ങളെല്ലാവരോടും ഇവിടെ ഇരിക്കുന്ന ഇത്രയും നല്ല അവതാരിക ഒരു കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ഇത്രയും നന്നായിട്ട് എഴുതി തന്നതിൽ ഞാൻ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അപ്പൊ ഈ 2 വ്യക്തിത്വങ്ങൾ, ഇപ്പുറത്തിരിക്കുന്ന ഈ 2 വ്യക്തിത്വങ്ങളും മീഡിയയിൽ എന്നും നിറസാന്നിധ്യമാണ്. അവർക്ക് ഈ ഒരു സമയത്ത് എന്നോടൊപ്പം എത്തിച്ചേരാൻ അവർക്ക് സമയമില്ലെങ്കിൽ പോലും അവർ എന്നോടൊപ്പം വരാ എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഉഷ ചേച്ചി, ഷഹനാസ്, ഉഷ ചേച്ചി, ഇവരൊക്കെ എൻ്റെ ഒപ്പം എന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉഷ ചേച്ചിയുടെയൊക്കെ സ്നേഹവാക്കുകൾ എനിക്ക് എന്നും പ്രചോദനമാണ്. പിന്നെ എൻ്റെ മകൻ, ഞാൻ പറയാൻ വിട്ടുപോയതല്ല, മകനില്ല എങ്കിൽ ഞാനെന്ന വ്യക്തി ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എന്തിനും ഏതിനും ഒപ്പം എന്നോടൊപ്പം മകനും മകന്റെ ഭാര്യയുണ്ട്. പിന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം എനിക്ക് പറയേണ്ട ഒരു പ്രധാന കാര്യം, എൻ്റെ 2 അമ്മായിമാര് എന്നോടൊപ്പം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് തീരെ വയ്യാണെങ്കിൽ പോലും ഇരുന്ന് വരും എന്ന് പറഞ്ഞില്ല. അവരെ ഒന്ന് ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മുടെ എല്ലാ വ്യക്തിത്വങ്ങളും ഉണ്ട്. മാള അസോസിയേഷന്റെ, പിന്നെ നമ്മുടെ അഷ്റഫ്ക, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്. നാട്ടിൽ നിന്ന് സരിത സാദിക്ക് എത്തിയിട്ടുണ്ട്, നജില പുളിക്കൽ. ഇതിനു വേണ്ടി മാത്രം ഈ സമയം കണ്ടെത്തി വന്നവരാണ്. ഇവരെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹവാക്കുകൾ അറിയിക്കുകയാണ്. നന്ദി.